ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ 3rd ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനം, ആ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ മാറ്റർ അഥവാ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസസ്, അതിലെ പാർട്ടിക്കിൾസ്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലം എങ്ങനെയാണ്, ആറ്റങ്ങളെയും തന്മാത്രകളെയും ആറ്റങ്ങളെയും മോളിക്യൂൾസിനെയും പരസ്പരം കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു ഫോഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ആ ഫോഴ്സ് എങ്ങനെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതേപോലെ തന്നെ ചില കോമ്പൗണ്ട്സിന്റെ എല്ലാം കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിലോട്ട് കടക്കാം. ഇതിനു മുൻപ് നിങ്ങൾ ആറ്റം എന്താണ്, മോളിക്യൂൾസ് എന്താണ്, കോമ്പൗണ്ട്സ് എന്താണ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അല്ലെ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ എലമെന്റ്, കോമ്പൗണ്ട് എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് കുറച്ച് സബ്സ്റ്റൻസ് മുകളിൽ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? പൊട്ടാസ്യം, ഓക്സിജൻ, വാട്ടർ, കോമൺ സാൾട്ട്, നൈട്രജൻ, ഹീലിയം, ഹൈഡ്രജൻ, ഷുഗർ, ഇങ്ങനെ കുറച്ച് സബ്സ്റ്റൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഇതിന് നമ്മൾ എലമെന്റ്സ് എന്നും അതേപോലെ തന്നെ കോമ്പൗണ്ട്സ് എന്നും കാറ്റഗറി ചെയ്യണം. അപ്പൊ ഇവിടെ എലമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? മൂലകങ്ങൾ അല്ലെ. കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ സംയുക്തങ്ങൾ. അത് മൂലകങ്ങൾ എന്നും സംയുക്തങ്ങൾ എന്നാണ് നമ്മൾ വേർതിരിച്ച് എഴുതേണ്ടത്. അപ്പൊ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അതിന്റെ പ്യൂർ ഫോം അല്ലെ, അതായത് അതിൽ ആ ഒരു പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ നോക്കൂടെ, പൊട്ടാസ്യം എന്ന് വെച്ചാൽ അത് പൊട്ടാസ്യത്തിന്റെ ആ ഒരു പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. അത് അവിടുത്തെ അപ്പൊ നമുക്ക് ഇതിൽ എലമെന്റിന്റെ കൂട്ടത്തിൽ വേറെ എന്താ എഴുതാം? ഓക്സിജൻ എഴുതാം അല്ലെ. അപ്പൊ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതില് ഓക്സിജന്റെ പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ അല്ലെ. ഇനി അടുത്ത് നോക്കൂ, ഇവിടെ നൈട്രജൻ. ഇതിൽ ഏതെഴുതാം? നൈട്രജൻ എഴുതാം അല്ലെ. നൈട്രജൻ എഴുതാം. പിന്നെ അടുത്ത ഏതാണ്? ഹീലിയം എഴുതിക്കോളൂ. ഹീലിയം ഏതാണ്? എലമെന്റ് ആണ്. ഹൈഡ്രജൻ എലമെന്റ് ആണോ കോമ്പൗണ്ട് ആണോ? അപ്പോ ഹൈഡ്രജൻ എലമെന്റ് ആണ്. ഹൈഡ്രജൻ എലമെന്റ് ആണ്, മൂലകമാണ്. അതായത് എലമെന്റ് എന്ന് വെച്ചാൽ എന്താന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ അതിൽ പൊട്ടാസ്യത്തിന്റെ പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൊട്ടാസ്യം എന്താണ്? എലമെന്റ് ആണ്, മൂലകമാണ്. ഓക്സിജനും എന്താണ്? എലമെന്റ് ആണ്, മൂലകമാണ് അല്ലെ. അടുത്തായിട്ട് നമുക്ക് ഏത് എഴുതാൻ പറ്റും? നൈട്രജൻ എഴുതാം. പിന്നെ ഏതാണ്? ഹീലിയം, അതേപോലെ തന്നെ ഹൈഡ്രജൻ അല്ലെ. ഇനി കോമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? 1 or more എലമെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അതായത് ഒന്നോ അതിൽ കൂടുതലോ മൂലകങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്ത് ഉണ്ടാകുന്നത്? സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ വാട്ടറിൽ നോക്കൂ. വാട്ടറിൽ എന്താണ്? വാട്ടറിന്റെ ഫോർമുല നിങ്ങൾക്ക് ഫോർമുല അറിയാലോ, H2O അല്ലെ. വാട്ടറിൽ എന്തൊക്കെയുണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ വാട്ടർ എന്താണ്? ഇവിടെ കോമ്പൗണ്ട് ആണ്. വാട്ടറിൽ ഹൈഡ്രജന്റെ പാർട്ടിക്കിൾസും ഉണ്ട്, ഓക്സിജന്റെ പാർട്ടിക്കിൾസും ഉണ്ട്. അപ്പോ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? വാട്ടർ ഫോം ചെയ്യുന്നത്. അപ്പൊ വാട്ടർ എന്താണ്? ഇവിടെ കോമ്പൗണ്ട് ആണ്. അടുത്ത് നോക്കൂ, കോമൺ സാൾട്ട് അല്ലെ. കോമൺ സാൾട്ട് എന്ന് വെച്ചാൽ കറിയുപ്പ്, അതായത് NaCl, സോഡിയം ക്ലോറൈഡ് ആണ് കേട്ടോ. NaCl ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, സോഡിയവും ഉണ്ട്, പിന്നെ എന്തുണ്ട്? ക്ലോറിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? കോമൺ സാൾട്ട് എന്താണ്? ഇവിടെ കോമ്പൗണ്ട് ആണ്. അടുത്ത ഏതാണ്? ഷുഗർ അല്ലെ. ഷുഗർ അറിയാലോ നിങ്ങൾക്ക്. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഷുഗർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കണ്ടന്റ് ആണുള്ളത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ 3 മൂലകങ്ങൾ, എന്നീ 3 എലമെന്റ്സ് ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ഷുഗർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എലമെന്റ്സിനെയും കോമ്പൗണ്ടിനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ടേബിളിലോട്ട് പോവാം. സെക്കൻഡ് ടൈം എക്സാമിന്റെ ക്ലാസ്സുകൾ, അതായത് ഇനി വരുന്ന നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക്, ഓൺലൈൻ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. സയൻസ് സബ്ജക്ട്, നിങ്ങളുടെ സയൻസ് സബ്ജക്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ്, അതായത് ക്രിസ്മസ് എക്സാം വരെയുള്ള നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാം വരെയുള്ള പോർഷൻസ്, റിവിഷൻ പ്ലസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു പാക്കേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 199 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ കേട്ടോ. അപ്പൊ 199 രൂപ മാത്രം ഫീസ് അടച്ചുകൊണ്ട് സെക്കൻഡ് ടൈം എക്സാം വരെയുള്ള പോർഷൻസ് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. 199 രൂപ മാത്രമേ നിങ്ങൾ ഫീസ് തരേണ്ടതുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത പോർഷൻസിലോട്ട് കടക്കാം.
ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഹൈഡ്രജൻ അല്ലെ. നമ്മളിപ്പോ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു തന്മാത്രയിൽ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ഒരു മോളിക്യൂളില് 2 ആറ്റങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഹൈഡ്രജൻ നമ്മൾ എപ്പോഴും H2 എന്നല്ലേ എഴുതാ. H2 എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രജന്റെ ഒരു മോളിക്യൂളിൽ, അതായത് ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട്? 2 ആറ്റങ്ങളുണ്ട് അല്ലെ. അങ്ങനെയാണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഈ മോളിക്യൂൾസിലെല്ലാം എത്ര ആറ്റങ്ങളുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ ടേബിൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, ഓക്സിജൻ അല്ലെ. ഓക്സിജൻ എന്താണ്? O2. ഓക്സിജൻ O2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ആറ്റം എന്താണ്? 2 ആണ്. O2 ഓക്സിജനിലെ നമ്പർ ഓഫ് ആറ്റങ്ങളുടെ എണ്ണം എന്താണ്? ഇവിടെ 2 ആണ്, 2 ആണ്. അടുത്ത് നോക്കൂ, വാട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എന്തായിരുന്നു? H2O അല്ലെ. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഓക്സിജൻ ഉണ്ട് അല്ലെ. 2 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ് ഇവിടെ? 2 + 1 3. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് 3 ആണ്. ഇനി അടുത്ത് നോക്കൂ, നൈട്രജൻ എന്താണ്? N2 അല്ലെ. നൈട്രജൻ N2 ആണ്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് എന്താണ്? 2. നമ്പർ ഓഫ് ആറ്റംസ് 2. അടുത്ത് നോക്കൂ, ഹീലിയം അല്ലെ. ഹീലിയം He. ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 1 ആണ്. He ഇവിടെ ഒന്നും അവിടെ നമ്പർ ഒന്നും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് 0 എന്നല്ല കേട്ടോ നമ്മൾ മീൻ ചെയ്യേണ്ടത്, 1 എന്നാണ് മീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഹീലിയത്തിലെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 1. ഹീലിയത്തിലെ നമ്പർ ഓഫ് ആറ്റംസ് 1 ആണ്. അടുത്ത് നോക്കൂ, മീഥേൻ അല്ലെ. മീഥേൻ CH4. എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 5. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 5 ആണ്. അടുത്ത് നോക്കൂ, ഷുഗർ അല്ലെ. ഷുഗർ അഥവാ പഞ്ചസാര. അപ്പൊ ഷുഗറിൽ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. എത്ര കാർബൺ ഉണ്ട്? 12 കാർബൺ, 12 കാർബൺ ആണ് ഉള്ളത്. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 22 ഹൈഡ്രജൻ ആണ് ഉള്ളത്. ഓക്കെ. ഓക്സിജൻ എത്ര ഉണ്ട്? 11 ഓക്സിജൻ ആണ് ഉള്ളത്. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 45 എന്ന് കിട്ടും. അപ്പൊ ഇതിലത്തെ ഷുഗറിലെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 45 ആണ്. ക്ലിയർ ആയല്ലോ? ഷുഗറിലെ ഏതെല്ലാം എലമെന്റ്സ് ഉള്ളത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇത്രയും ആറ്റംസ് ആണ് ഷുഗറിലുള്ളത്. അപ്പൊ ഷുഗറിലെ കാർബണിന്റെ എത്ര മാറ്റമുണ്ട്? 12 ആറ്റം, 12 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ 22 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ 11 ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ട്. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്ര കിട്ടും? 45 എന്ന് കിട്ടും. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ എന്തായിരുന്നു? അതായത് സബ്സ്റ്റൻസിനെ നമുക്ക് എങ്ങനെ എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അല്ലെ. സബ്സ്റ്റൻസിനെ നമുക്ക് മൂലകങ്ങൾ എന്നും അതേപോലെ തന്നെ എന്താണ് സംയുക്തങ്ങൾ എന്നും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് അതിലത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അതായത് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓരോ മോളിക്യൂളും എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ നമ്പർ ഓഫ് ആറ്റംസ്, ആ ഓരോ എലമെന്റ്സിന്റെയും നമ്പർ ആറ്റങ്ങളെ തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. അതായത് ചില മോളിക്യൂൾസ് എടുക്കാന്നുണ്ടെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ആ ടേബിളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് നമ്മളിവിടെ ഹീലിയം എന്ന് പറയുന്ന ഒരു എലമെന്റ്സ് ആലും ഒരു മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ ഹീലിയത്തിൽ എത്രയാണ്? 1 നമ്പർ ഓഫ് ആറ്റമേ ഉള്ളൂ. ഹീലിയത്തില് 1 നമ്പർ ഓഫ് ആറ്റമേ ഉള്ളൂ. അതേസമയം മീഥെയിൻ ആണെങ്കിലോ 5 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 5 ആണ്. അപ്പോ ചില മോളിക്യൂൾസിൽ ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഉണ്ടെന്നാണ് നമ്മൾ ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ ഇവിടെ ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയേ. Why do atoms in a molecule stay together? അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന്? Why do atoms in a molecule stay together? അതായത് മോളിക്യൂൾസിൽ, തന്മാത്രകളിൽ ആറ്റങ്ങൾ ചേർന്ന് നിൽക്കാനുള്ള കാരണം എന്താണ്? എന്തായിരിക്കാം? അതിന്റെ കെമിക്കൽ ബോണ്ടിങ് ആയിരിക്കാം അല്ലെ. അതായത് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? കെമിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ രാസബന്ധനം എന്നാണ്. അപ്പോൾ മോളിക്യൂൾസിൽ ആറ്റങ്ങൾ കൂടിച്ചേരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കെമിക്കൽ ബോണ്ടിങ് ആണ്. അത് രാസബന്ധനമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് കൂടുതൽ ആറ്റത്തിന് കൂടുതൽ സ്ഥിരത നേടാൻ വേണ്ടിയിട്ടാണ് അത് എന്ത് ചെയ്തത്? കെമിക്കൽ ബോണ്ടിങ്ങിൽ അവ ഏർപ്പെടുന്നത്. അതാണ് ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യം കേട്ടോ. ഇനി അടുത്തത്, why do atoms combine to form molecule? അതായത് എന്തിനാണ് ആറ്റങ്ങൾ
കമ്പൈൻ ചെയ്ത് സംയോജിച്ച് എന്തായിട്ട് മാറുന്നത്? മോളിക്യൂൾസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. വൈ ഡു ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾ? എന്തിനു വേണ്ടിയിട്ടാണ് ആറ്റംസ് എന്താണ് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നത്? മോളിക്യൂൾ ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറയുന്നത് O2, അതായത് ഇവിടെ ഷുഗർ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറിൽ എന്തൊക്കെയുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലെ? അത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും മൂന്ന് ടൈപ്പ് ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ ഷുഗർ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, അത് പഞ്ചസാരയുടെ തന്മാത്രയായിട്ട് ഷുഗർ മോളിക്യൂൾസ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആയി മാറുന്നത്? അതായത് അതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം, ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. എന്താ നമുക്ക് എഴുതാൻ പറ്റുക? ടു അറ്റൈൻ സ്റ്റെബിലിറ്റി, അതായത് കൂടുതൽ സ്ഥിരത നേടുന്നതിന് വേണ്ടി. കൂടുതൽ സ്ഥിരത നേടുന്നതിന് വേണ്ടി. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ഭാഗമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഹൗ ഡു ആറ്റംസ് കമ്പൈൻ? എങ്ങനെയാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു? മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? ത്രൂ കെമിക്കൽ ബോണ്ടിങ്. എങ്ങനെയാണ്? ത്രൂ കെമിക്കൽ ബോണ്ടിങ് കേട്ടോ. ത്രൂ കെമിക്കൽ ബോണ്ടിങ്, അതായത് രാസബന്ധനത്തിലൂടെ. എവിടെ എഴുതിക്കോളൂ? ത്രൂ കെമിക്കൽ ബോണ്ടിങ്, അതായത് രാസബന്ധനത്തിലൂടെയാണ് ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത്. ഡു ഓൾ ആറ്റംസ് കമ്പൈൻ ഇൻ ദ സെയിം വേ? അതായത് എല്ലാ ആറ്റംസും ഒരേ രീതിയിലാണോ കമ്പൈൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ഒരിക്കലും ആയിരിക്കില്ല കേട്ടോ. ഓരോ ആറ്റം കമ്പൈൻ ചെയ്യുന്നതിന് ഓരോ രീതിയുണ്ട്. അപ്പോ എല്ലാ ആറ്റങ്ങളും ഒരേ രീതിയിലായിരിക്കില്ല കമ്പൈൻ ചെയ്യുന്നത്. ഡു ഓൾ ആറ്റംസ് കമ്പൈൻ വിത്ത് അതർ ആറ്റം? അതായത് എല്ലാ ആറ്റങ്ങളും മറ്റ് ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്യുമോ, സംയോജിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, എല്ലാ ആറ്റങ്ങളും എന്ത് ചെയ്യാറുണ്ട്? മറ്റ് ആറ്റങ്ങളുമായിട്ട് സംയോജിക്കാറുണ്ട് കേട്ടോ. അപ്പോ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒക്കെയാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം ആൻസർ കുറച്ചുകൂടി നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് ചെയ്യാൻ പറ്റും. എന്റെ റീസൺസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കൂ, ഹൗ മെനി ആറ്റംസ് ആർ ദർ ഇൻ എ മോളിക്യൂൾ ഓഫ് നോബിൾ ഗ്യാസസ്? നോബിൾ ഗ്യാസസ് എന്താ നിങ്ങൾക്ക് അറിയാലോ? 18th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് എന്ത് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത് അല്ലെ? ഇത് മുമ്പ് നിങ്ങൾ പീരിയോഡിക് ടേബിൾ ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ 18th ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നോബിൾ ഗ്യാസസിലുള്ള ആറ്റംസ്, നോബിൾ ഗ്യാസസിന്റെ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ആറ്റങ്ങളുടെ നമ്പർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഹീലിയം എന്താണ്? ഒരു നോബിൾ ഗ്യാസ് ആണ്. ഹീലിയത്തിന്റെ നമ്പർ ഓഫ് ആറ്റം എത്രയായിരുന്നു? 1 ആയിരുന്നു. അപ്പോ നോബിൾ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ, നോബിൾ ഗ്യാസിന്റെ ഒരു ടേബിൾ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെല്ലാം നമ്പർ ഓഫ് ആറ്റംസ് എന്താണ്? 1 ആണ്. അപ്പൊ അതിലൊക്കെ നമ്പർ ഓഫ് ആറ്റംസ് 1 ആണ്. അപ്പോ നോബിൾ ഗ്യാസസിലെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ, നോബിൾ ഗ്യാസസിലെ ഒരു മോളിക്യൂൾ, ഒരു തന്മാത്ര എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. നോബിൾ ഗ്യാസ് എന്ന് വെച്ചാൽ ഉത്കൃഷ്ടവാതകങ്ങൾ കേട്ടോ. അലസവാതകങ്ങൾക്ക് എന്നൊക്കെ നമ്മൾ അതിന്റെ പേര് പറയും. അപ്പൊ ഉത്കൃഷ്ടവാതകങ്ങളുടെ തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട്? ഒരു ആറ്റമാണുള്ളത് കേട്ടോ. 1, ഒരു ആറ്റമാണ് ഉള്ളത്. ഇപ്പൊ നോബിൾ ഗ്യാസസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് they do not combine with other atoms. അതായത് ഇവ പൊതുവെ എന്താണ്? മറ്റ് ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്യില്ല, സംയോജിക്കില്ല. അതിന്റെ റീസൺ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പൊ they do not combine with other atoms. ഇപ്പൊ നോബിൾ ഗ്യാസസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് they do not combine with other atoms. അത് എന്ത് ചെയ്യില്ല? മറ്റ് ആറ്റങ്ങളുമായിട്ട് സംയോജിക്കില്ല. അപ്പൊ നമുക്ക് അതിന്റെ റീസൺ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ തന്നിരിക്കുന്ന എലമെന്റ്സ് എല്ലാം എന്താണ്? നോബിൾ ഗ്യാസസ് ആണ് കേട്ടോ. ഇപ്പൊ ഹീലിയം ഉണ്ട്, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, അതേപോലെ തന്നെ ഏതാണ്? റാഡോൺ കേട്ടോ. ഇപ്പൊ നോബിൾ ഗ്യാസസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹീലിയം,
ഹീലിയം He, അതിന്റെ സിമ്പിൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. കാരണം ഇനി നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെയാണ് വലിയ ക്ലാസ്സുകളിലേക്കല്ലേ പോകുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ സയൻസ്, പ്രത്യേകിച്ച് സയൻസ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഓരോ എലമെന്റ്സിന്റെയും, പുതുതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഓരോ എലമെന്റ്സിന്റെയും സിമ്പിൾ ഒക്കെ പഠിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഹീലിയത്തിന്റെ സിമ്പിൾ എന്താണ്? ഇവിടെ He, ഹീലിയം He. ഇവിടെ നിയോൺ ഏതാണ്? Ne അല്ലെ? ആർഗൺ Ar, ക്രിപ്റ്റോൺ Kr, സിനോൺ Xe കേട്ടോ. അടുത്തത് റാഡോൺ Rn. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതിലെല്ലാം എലമെന്റ്സിലെല്ലാം നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 1 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതൊരു നോബിൾ ഗ്യാസ് എടുത്താലും ഉത്കൃഷ്ട മൂലകം എടുത്താലും അതിലെ എല്ലാ നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരിക്കണം നമ്മൾ പറഞ്ഞത്? നമ്പർ ഓഫ് ആറ്റംസ് 1 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന് ഇതിന്റെ എല്ലാം അറ്റോമിക് നമ്പർ, അപ്പൊ അറ്റോമിക് നമ്പർ ഓരോന്നിന്റെയും അറ്റോമിക് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 2 ആണ് അല്ലെ. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. നിയോന്റെ അറ്റോമിക് നമ്പർ ഇവിടെ തന്നിരിക്കുന്നത് 10 ആണ്. ഇനി ഇവിടെ അടുത്ത് നോക്കൂ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഇവിടെ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ആർഗൺ പറയാനും വിചാരിക്കും. ആർഗൺ AR. ഇതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 18 ആണ് അല്ലെ. ARൽ അറ്റോമിക് നമ്പർ 18 ആണ്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് നമ്മൾ എഴുതുക? അത് ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്നത് ഷെൽ വൈസ് ആണ് എഴുതുന്നത് അല്ലെ. K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്, N ഷെല്ല്. ഇതിന് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാറ് അല്ലെ. അത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പൊ ഇവിടെ K ഷെല്ലിൽ മാക്സിമം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. 2 ആണ്. ഇനി L ഷെല്ലാണെങ്കിലോ 8 ആണ് അല്ലെ. 8 ആണ്. M ഷെല്ലാണെങ്കിലോ 18. ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ. മിനിമം നിങ്ങൾ ഈ 3 ഷെല്ലിലത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ K ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെയാണ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്? പരമാവധി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 2 ആണ്. L ഷെല്ലിൽ എത്രയാണ്? 8 ആണ്. M ഷെല്ലിൽ എത്രയാണ്? 18 ആണ്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കൂ, അറ്റോമിക് നമ്പർ, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ് അല്ലെ. 2 ആണ്. ഹീലിയം എടുത്തു കഴിഞ്ഞാൽ H2. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ ഹീലിയം He കേട്ടോ. He2. ഇവിടെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പൊ നമ്മളിവിടെ K ഷെല്ലിൽ മാത്രമേ ഇതിന് ഇലക്ട്രോണിനെ ഉൾക്കൊള്ളിക്കാനുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? 2 എന്ന് എഴുതാം. വേറെ ഇനി നമ്പർ ഓഫ് ആറ്റംസ് ഇല്ല, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ 2. ഇനി അടുത്ത് നോക്കൂ, നിയോൺ Ne. നിയോന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 10 ആണ് അല്ലെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ അങ്ങനെ എഴുതും. K ഷെല്ലില് 2 ഇലക്ട്രോൺ, L ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 8 ഇലക്ട്രോൺ. 8 2 കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഇതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി അടുത്ത് നോക്കൂ, ആർഗൺ അല്ലെ. ആർഗൺ ARല് 18 ആണ് അല്ലെ. ARല് 18. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 8 8 അല്ലെ. 8 2 10, 10 8 18. ഇങ്ങനെ എന്തോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ തുടർന്ന് വരുന്ന എലമെന്റ്സിനെ പറയുന്നില്ല കേട്ടോ. അപ്പോ ഇവിടെ ഈ രീതിയിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, how many electrons are there in the outermost shell of noble gases except helium? അതായത് ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെൽ നിങ്ങൾക്ക് അറിയാലോ. അതായത് നമ്മൾ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് വരുന്ന ഷെൽ. ഇപ്പൊ K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്, ഇത് 3 ഷെല്ലില്. ഇപ്പൊ ഇവിടെ ആർഗൺ എടുത്തു കഴിഞ്ഞാൽ ഇതില് K ഷെല്ല് ഉണ്ട്, L ഷെല്ല് ഉണ്ട്, M ഷെല്ല് ഉണ്ട് അല്ലെ. ഔട്ടർമോസ്റ്റ് ഷെൽ ഏതാണ്? ലാസ്റ്റ് എഴുതുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ദ നോബിൾ ഗ്യാസസ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സെപ്റ്റ് ഹീലിയം ഒഴികെ. ഹീലിയത്തിനെ നമ്മളിപ്പോ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല. ഹീലിയത്തെ നമ്മൾ മാറ്റി നിർത്താണ്. അപ്പൊ ബാക്കി നിയോൺ തൊട്ട് റാഡോൺ വരെയുള്ള എലമെന്റ്സ് നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഔട്ടർമോസ്റ്റ് ഷെൽ നോക്കൂ. ഇവിടെ 8 ആണ് അല്ലെ. 8 ഇലക്ട്രോൺ ആണ്.
ഇവിടെയും 8 ഇലക്ട്രോൺ ആണ്, ഇവിടെയും 8 ആണ്, ഇവിടെയും 8 ആണ്, ഇവിടെയും 8 ആണ്. അപ്പൊ ഇവിടെ how many electrons are there in the outermost shell of noble gases? outermost shell of noble gases. ഉത്കൃഷ്ടവാതകങ്ങളുടെ outermost shell എന്ന് വെച്ചാൽ ബാഹ്യതമ ഷെൽ കേട്ടോ. ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത്? 8 കേട്ടോ. ഇവിടെ മനസ്സിലാക്കിയില്ലേ എത്ര ഇലക്ട്രോണാണ് ഉള്ളത്? 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇവിടെ the arrangement of 8 electrons in the outermost shell as in noble gases is known as octet configuration. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് octet configuration. അതായത് ഉത്കൃഷ്ടവാതകങ്ങളിൽ ഉള്ളതുപോലെ നോബിൾ ഗ്യാസസ് ഉള്ളതുപോലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ആ ഒരു അറേഞ്ച്മെന്റ്, ആ 8 ഇലക്ട്രോൺ വരുന്ന അറേഞ്ച്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് അഷ്ടക വിന്യാസം അഥവാ octet configuration. അഷ്ടക വിന്യാസം അഥവാ octet configuration. Clear ആണല്ലോ. Atoms with octet configuration in the outermost shell are found to be more stable. Such atoms are generally reluctant to participate in chemical reactions. Therefore, noble gases are also called inert gases. അപ്പോൾ outermost shellൽ octet configuration ഉള്ള അഷ്ടക വിന്യാസമുള്ള ആറ്റങ്ങൾക്ക് അവയുടെ പ്രത്യേകത എന്തായിരിക്കും? അത് മോർ സ്റ്റേബിൾ ആയിരിക്കും, കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും. കാരണം ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യുലായിട്ട് ഫോം ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അവയ്ക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് മോർ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവർക്ക് ആറ്റംസിനെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയും വേണ്ട, അക്സെപ്റ്റ് ചെയ്യുകയും വേണ്ട, ആർക്കും അത് പങ്കുവെക്കുകയും വേണ്ട, അതേപോലെ തന്നെ ആരിൽ നിന്നും അത് അവർക്ക് വാങ്ങിക്കുകയും വേണ്ട. കാരണം എന്താണ്? ഇവർ ഓൾറെഡി എന്താണ്? അവിടെ സ്റ്റേബിൾ ആണ്, ഓൾറെഡി അത് ഒക്ടറ്റ് ആണ്. മനസ്സിലായില്ലേ? അതായത് ഓൾറെഡി അവയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ്? മോർ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ട മൂലകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ത് ചെയ്യാറില്ല? സാധാരണയായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം എലമെന്റ് നോബിൾ ഗ്യാസസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇനേർട്ട് ഗ്യാസസ് അഥവാ അലസവാതകങ്ങൾ. ഇനേർട്ട് ഗ്യാസസ് അഥവാ അലസവാതകങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. നോബിൾ ഗ്യാസസിനെ പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത്. നമ്മള് നേരത്തെ ഹീലിയത്തിനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ നമ്മള് ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ് അല്ലെ. അപ്പൊ അതിന്റെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിൽ എത്രയായിരിക്കും അക്കോമഡേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഷെല്ലിൽ മാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ ഇലക്ട്രോൺസ് അതിനുള്ളൂ. എത്രയാണ്? 2 ആണത്. അതുകൊണ്ട് തന്നെ നോബിൾ ഗ്യാസസും എന്താണ്? ഡുപ്ലെറ്റ് കോൺഫിഗറേഷൻ ഓഫ് ഹീലിയം ഈസ് കോൾഡ് അതർ നോബിൾ ഗ്യാസസ് ട്ടോ. അതായത് ഇവിടെ അതുകൊണ്ട് തന്നെ 2 ഇലക്ട്രോൺ വിന്യാസം, 2 ഇലക്ട്രോൺ സംവിധാനം മറ്റ് ഉത്കൃഷ്ടവാതകങ്ങളെ പോലെ തന്നെ ഇതും എന്താണ്? മോർ സ്റ്റേബിൾ ആണ് കേട്ടോ. കാരണം ഇതിന് 8 ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ആവശ്യമില്ല. കാരണം ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അത് കെ ഷെല്ലിൽ നമ്മൾ കംപ്ലീറ്റ്ലി അതെന്താണ്? ഫില്ലഡ് ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹീലിയം എന്താണ്? നോബിൾ ഗ്യാസസ് ആണ്. അടുത്ത സ്ഥിരതയുള്ള ഒരു നോബിൾ ഗ്യാസ് ആണ് ഇത് ഹീലിയം എന്ന് പറയാം. അടുത്തായിട്ട് ഇവിടെ മഗ്നീഷ്യത്തിന്റെയും ഓക്സിജന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് തന്നിരിക്കുന്നത്. മഗ്നീഷ്യം, ഓക്സിജൻ. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക? 2 8 2 അല്ലെ, 2 8 2. അടുത്ത ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നോക്കൂ. ആർ ദീസ് ആറ്റം സ്റ്റേബിൾ? ഈ ആറ്റങ്ങൾ സ്റ്റേബിൾ ആണോ, സ്ഥിരതയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ആറ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു? അത് ഒക്ടറ്റ് ആവണം അല്ലെ. അതായത് അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആറ്റം എന്താവുള്ളൂ? സ്റ്റേബിൾ ആവുള്ളൂ. ഇവിടെ നോക്കൂ, മഗ്നീഷ്യത്തിലാണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും എന്താണ്? ഇത് സ്റ്റേബിൾ ആണോ? അല്ല അല്ലെ. കാരണം എന്താണ്? അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല അല്ലെ. അപ്പൊ മാഗ്നീഷ്യം സ്റ്റേബിൾ ആവണമെങ്കിൽ അതിന് എന്ത് വേണം? 6 ഇലക്ട്രോൺ കൂടി കിട്ടണം അല്ലെ. അതേസമയം ഓക്സിജൻ സ്റ്റേബിൾ ആണെങ്കിൽ അതിന് 2 ഇലക്ട്രോൺ കൂടി കിട്ടണം. അപ്പോൾ ഇവിടെ ഹൗ ക്യാൻ ദേ അറ്റൈൻ സ്റ്റെബിലിറ്റി? ഇതൊക്കെ എങ്ങനെ സ്റ്റെബിലിറ്റി നേടാം, സ്ഥിരത നേടാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇവിടെ when magnesium and oxygen combine to form magnesium oxide, ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. What is the name of the compound formed
when these atoms combine together, ഈ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് മാഗ്നീഷ്യവും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ പേരെന്താണ് ചോദിച്ചിരിക്കുന്നത്. ആ കോമ്പൗണ്ടിന്റെ പേരാണിത് മാഗ്നീഷ്യം ഓക്സൈഡ്. ഏതാണത്? മാഗ്നീഷ്യം ഓക്സൈഡ് ആണ് കേട്ടോ. മാഗ്നീഷ്യവും ഓക്സിജനും സംയോജിച്ച് എന്താണ് ഇവിടെ ഫോം ചെയ്യുന്നത്? മാഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കെമിക്കൽ ബോണ്ടിങ്ങിലൂടെ. അപ്പോൾ ഇവിടെ അത് അത്തരം ഒരു മാഗ്നീഷ്യം ഓക്സൈഡ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? കെമിക്കൽ ബോണ്ടിങ്ങിലൂടെയാണ്. കാരണം ഇവിടെ കെമിക്കൽ ബോണ്ടിങ് നടക്കുമ്പോൾ അതിന് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ അതായത് അറ്റൈനിങ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ. അപ്പോ എലമെന്റ്സ് എന്താ പറയാ ഒക്ടറ്റ് കോൺഫിഗറേഷൻ നേടണമെങ്കിൽ അല്ലെങ്കിൽ മോർ സ്റ്റേബിൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ അത് എന്ത് നടക്കണം? അവിടെ കെമിക്കൽ ബോണ്ടിങ് നടക്കണം. കെമിക്കൽ ബോണ്ടിങ് ആണ്, രാസബന്ധനമാണ് അവിടെ നടക്കേണ്ടത് കേട്ടോ. The force of attraction that holds together the constant particles of a compound is called chemical bond. ഒരു കോമ്പൗണ്ടിൽ, ഒരു സംയുക്തത്തില് അതിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, ഘടകകണങ്ങളെ ചേർത്ത് നിർത്തുന്ന ആ ഒരു ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? കെമിക്കൽ ബോണ്ട് എന്ന് പറയാം. അപ്പൊ എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഓഫ് എ കോമ്പൗണ്ട് ഇസ് കോൾഡ് എ കെമിക്കൽ ബോണ്ട്. ഒരു സംയുക്തം എടുത്തു കഴിഞ്ഞാൽ ആ സംയുക്തത്തില് ഘടകകണങ്ങളെ ചേർത്ത് നിർത്തുന്ന, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന ആ ബലത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോ ആറ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? കെമിക്കൽ ബോണ്ടിങ് നടക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എലമെന്റ്സ്, അതേപോലെ തന്നെ കോമ്പൗണ്ട്സ്, അതേപോലെ തന്നെ അതെങ്ങനെയാണ് സ്റ്റേബിൾ ആവുന്നത്, സ്റ്റേബിൾ ആവാൻ കെമിക്കൽ ബോണ്ടിങ് നടക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിന്റെ കൂടുതൽ കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. 199 രൂപ മാത്രം ഫീസ് നൽകിക്കൊണ്ട് ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളുടെ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ ഇതാണ് 7907751513.